ഒരു പഞ്ചായത്ത് 5 വർഷം കാലാവധി പൂർത്തിയാക്കുമ്പോൾ അവരുടെ വികസന നേട്ടം കാര്യമൊന്നും അവർക്ക് പറയല്ല. അങ്ങാടിപ്പുറം പഞ്ചായത്താണ് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ ശക്തിയും കാര്യങ്ങളൊന്നും നമ്മളങ്ങനെ കുറച്ച് കാണുന്നവർക്ക് അത് ബോധ്യപ്പെട്ടോളൂ. സമയമുണ്ടല്ലോ. പിന്നെ മാത്രമല്ല ഏത് കാലത്തും ആർക്കും എല്ലാവരും പറ്റിക്കാൻ കഴിയില്ല. അതൊക്കെ ഒരു സമയമുണ്ട്. ആ സമയം കഴിഞ്ഞതൊക്കെ പുറത്തു വരും. ഈ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് ഒരു സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചു ബ്ലോക്കിലേക്ക്, കേരള കോൺഗ്രസിന്റെ. പിന്നെ പെട്ടെന്ന് ആണ് മാറ്റുക ചെയ്തത്. അത് ലീഗിന്റെ ഇടയിൽ ചെറിയൊരു അങ്ങനെ എന്തെങ്കിലും അല്ല, അത് ലീഗിന്റെ ഒരു മൊത്തം ജനം കാണുന്നുണ്ട് ഈ തമാശക്ക്. മാത്രമല്ല ഇതൊക്കെ മറച്ചു പിടിക്കാനാണ് ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ബ്ലോക്ക് മാത്രമല്ല, അവർ തീരുമാനിച്ച പല സ്ഥാനാർത്ഥികളെയും മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല ചില സ്ഥാനാർത്ഥി ഒളിവിലാന്ന് കേൾക്കുന്നത് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്ക് അത് നേരിലെ നമ്മളതിന്റെ പുറകിലാണല്ലോ. ഇപ്പം നമ്മുടെ സ്ഥാനാർത്ഥി 24 വാർഡിലെ സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ അതിൻ്റെ എല്ലാവരും 3 സെറ്റ് തയ്യാറായതിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഇതൊന്നും അങ്ങാടിപ്പുറത്ത് നല്ല നമ്മൾ മലപ്പുറം ജില്ലയിൽ കേട്ടുകളില്ലാത്തതാണ്. വളരെ കുട്ടി ഘോഷിച്ച് വലിയ കൺവെൻഷൻ നടത്തി MLA അടക്കൽ ആളുകൾ പങ്കെടുത്തുകൊണ്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. എന്നിട്ട് ലീഗിന്റെ ഔദ്യോഗിക നേതാക്കന്മാരെ അവരെ ആരോപണം നടത്തുക. വൈകുന്നേരം രാത്രി നേരം എടുക്കുമ്പോൾ വേറെ സ്ഥാനാർത്ഥിയാകുക. ആ സ്ഥാനാർത്ഥി പോയിട്ട് മറ്റേ സ്ഥാനാർത്ഥിക്ക് ഷാൾ അണിയിക്കുക. അതെന്ന് വെച്ചാൽ അതൊക്കെ ഇതാണ് ഞങ്ങൾ ഇവിടെ നാടകം. ഞങ്ങൾ എന്നും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ UDF നേതാക്കന്മാർ നാടകം. അതാണ് അതിൻ്റെ ഓരോ ഭാഗങ്ങൾ നമ്മൾ കാണും. ഇനി പുതിയ പുതിയ രംഗങ്ങൾ നമുക്ക് കാണാൻ ബാക്കി കിടക്കുന്നുള്ളൂ. എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു ആശങ്കയില്ല. 13-ാം തീയതി ഉച്ചയോട് കൂടി അങ്ങാടിപ്പുറത്ത് ഞങ്ങൾ തിരിച്ചു വരും. അങ്ങനെയൊക്കെ കേൾക്കുന്നത് ചില ഇവരിങ്ങനെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ അവർ ചില ആളുകൾ കാണാനൊക്കെ അവരെന്നെ പറയാണ്ട് ഞങ്ങൾക്ക് ഇവരെ അന്വേഷിക്കാൻ നേരം ചില ആളുകൾ പറയാൻ ഞങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ ആളെ കാണുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തോ അങ്ങനെ നമുക്ക് അത് അവരെ സ്ഥാനാർത്ഥികൾ ഇത് ചെയ്യേണ്ട നടക്കുന്ന കാര്യമല്ലോ. ഒന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ വസ്തുത എന്താണെന്ന് വെച്ചാൽ ഈ കുറെ ആളുകൾ ഈ പുറകിൽ ഇരുന്ന് ഇങ്ങനെ സ്ക്രൂ തിരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ജനങ്ങളിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ താല്പര്യമില്ല. ജനങ്ങൾ പൾസ് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. മാത്രം അധ്വാനിക്കാൻ തയ്യാറില്ല. വേർക്കാതെ ഉണ്ണണം എന്ന് വിചാരിക്കുന്ന ആളുകൾ ഇവരൊക്കെ. അത് മാത്രമല്ല ആളുകൾ പറഞ്ഞ് പറ്റിക്കൽ ഇവര് സ്ഥിരം രീതിയാണ്. ചിലപ്പോൾ അവർ വിജയിക്കുക കാര്യത്തിൽ അതിൽ കഴിഞ്ഞ കാലത്ത് അവർ വിജയിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം അത് തിരിച്ചറിയുന്നുണ്ട്.